ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 93-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഗുരു ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ തൻ്റെ സ്വരൂപത്തെ കുറിച്ചാണ് ഗുരു പറയാനായിട്ട്, നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ദർശനമാലയിൽ ഗുരു അത് സൂചിപ്പിക്കുന്നുണ്ട്. ഭാര്യ ഭജതി ഭർത്താരം, ഭർത്താ ഭാര്യാംന കേവലം സ്വാനന്ദമേവ ഭജതി സർവോപി വിഷയസ്ഥിതം. ഇവിടെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ബന്ധത്തെ കുറിച്ച് ഗുരു ഒരു ഉദാഹരണം പറയാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രമാണ്. അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നതും അമ്മ അച്ഛനെ സ്നേഹിക്കുന്നതും മക്കളെ സ്നേഹിക്കുന്നതും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ തൻ്റെ ആത്മാവിന് പ്രിയമായിട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. അതാണൊരു വസ്തുത. പക്ഷെ പലപ്പോഴും ചിന്തിക്കാത്ത ആളുകൾ പറയും, അങ്ങനെയൊന്നുമല്ല, അത് ശരിയല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മകന് വേണ്ടി, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒക്കെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുമ്പോഴും അത് അയാളുടെ സ്വാർത്ഥത മാത്രമാണ്. ഈ ലോകത്ത് നമ്മൾ ഏത് വ്യക്തികളെ, ഏത് ബന്ധങ്ങളെ നോക്കിയാലും അവിടെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം ആത്മാവിന് പ്രിയമായിട്ട്, അതിന് വിഘാതമായിട്ട് വരുമ്പോഴാണ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവിടെ ഗുരു സൂചിപ്പിക്കുകയാണ്, ചലമുടലറ്റ തനിക്ക് തൻ്റെ ആത്മാവിലും അധികം പ്രിയ വസ്തുവില്ല അന്യം, വിലസിടും ആത്മഗതപ്രിയം വിടാതി നിലയിലിരിപ്പതുകൊണ്ട് നിത്യമാത്മ. ചലമുടലറ്റ തനിക്ക്, ഈ ഉടല് എന്ന് പറയുന്നത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് തനിക്ക് തൻ്റെ ആത്മാവിലും അധികം പ്രിയ വസ്തുവില്ല. വിലസിടും ആത്മാവിനോടുള്ള എപ്പോഴും ഈ തെളിഞ്ഞു നിൽക്കുന്ന ആത്മഗത പ്രിയം, ഈ ആത്മാവിനോടുള്ള പ്രിയം വിടാതെ, അത് ഒരിക്കലും മാറാതെ ഈ നിലയിലിരിപ്പതുകൊണ്ട് നിത്യമാത്മ. അത് ഇതിൽ തന്നെ, ഈ നിലയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് ആത്മാവ് നിത്യമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതൊരു ഭയങ്കരമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അറ്റത്ത് നമ്മൾക്ക് ലഭിക്കുന്ന ഒരു സത്യമാണ്. പലപ്പോഴും നമുക്കത് പെട്ടെന്ന് അംഗീകരിക്കുവാനുള്ള വിഷമവും നമുക്ക് കാണുന്നുണ്ട്. കാരണം അതുവരെ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു കാര്യം നമ്മൾക്ക് കേൾക്കുമ്പോൾ അത് അംഗീകരിക്കുവാനുള്ള വൈഷമ്യം, കാരണം അവിടെ ചിന്ത ആ രീതിയിലേക്ക് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നൂതനമായിട്ടുള്ള ഒരു ആശയത്തെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിനെ അംഗീകരിക്കുവാനായിട്ട് ഒരുപാട് വിശകലനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ തൻ്റെ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം ഉൾപ്പെടെ, ഈ ശരീരമാണ് നമ്മൾക്ക് ഏറ്റവും പ്രിയമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയും, ഈ മരിച്ചു പോയാലും ഈ ശരീരത്തിനോട് ചുറ്റിപ്പറ്റി കുറച്ചുകൂടി ആ ജീവൻ അവിടെ നിൽക്കുമെന്നുള്ളത്. പക്ഷേ അത് ഈ ശരീരത്തെ നമ്മൾ കത്തിച്ചു കളയുകയോ മറവ് ചെയ്യുകയോ ചെയ്തു കഴിയുമ്പോൾ പിന്നെ അതിനവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനേക്കായും പ്രിയമായിട്ടാണ്, ഈ സ്വന്തം ശരീരത്തേക്കായും പ്രിയമാണ് തൻ്റെ ആത്മാവ്, ജീവൻ. അപ്പോൾ ശരീരം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ ശരീരമെന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ ശരീരമെന്ന് പറയാറില്ല. ചില സ്ഥലങ്ങളിൽ ഞാൻ ശരീരമാണെന്ന് നമ്മൾ പറയുമ്പോഴും അംഗീകരിക്കുമ്പോഴും അതിൻ്റെ ഒരു അടുത്ത പടിയിലേക്ക് നമ്മൾ പോകുമ്പോഴോ
എൻ്റെ ശരീരമെന്നാണ്, എൻ്റെ മനസ്സെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പ്രിയമായിട്ടുള്ളത്, പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ശരീരം പോലും ചിലപ്പോൾ നമുക്ക് ത്യജിച്ച് കളയേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഈ എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ആ ശരീരത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വരുമ്പോൾ അപ്പോഴും ഇത് നമുക്ക് അപ്രിയമായിട്ട് മാറുകയാണ്. അപ്പോൾ എത്രയോ ചിന്തകൾ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പലപ്പോഴും ഒരു ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾക്ക് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ആത്മോപദേശ ശതകം അല്ലെങ്കിൽ ആത്മോപദേശം കൊടുക്കുന്നത്? ഈ ഭൗതികമായിട്ടുള്ള, ഈ ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്തിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള ഒരു സുഖത്തിലേക്ക്, ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്, അല്ലെങ്കിൽ അതെവിടെ നമുക്ക് ലഭിക്കുമെന്നുള്ള ആ ചിന്തയാണ് ഇങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ സാക്ഷാത്കരിച്ചിട്ടുള്ള മഹാത്മാക്കളെ നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഇതുവരെ ശരിയായിരുന്ന കാര്യം അടുത്ത സെക്കൻഡിൽ അത് തെറ്റായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ അറിയാൻ പറ്റും. കാരണം നമ്മുടെ ധാരണകൾ അത്രമാത്രം വികലമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുകയാണ്. അപ്പോൾ ഏറ്റവും പ്രിയമായിട്ടുള്ളത് നമുക്ക് ഈ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് അതിന് വിഘാതമായിട്ട് നിൽക്കുന്നത് എല്ലാം നമ്മൾ തള്ളിക്കളയും. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഓരോ ജീവൻ്റെയും ഈ നിജസ്ഥിതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തെ കൃതകൃത്യമാക്കുവാനായിട്ടുള്ള ശ്രമമാണ് നമുക്കുണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും നമുക്കതിന് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.